അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹ്ബിഹി അൽ ഫായിസീന ബിറളില്ലാഹി അമ്മാ ബഅദ്. ബഹുമാന്യ സഹോദരങ്ങളെ, വിഷയം ചുരുക്കുകയാണ് നമ്മളെ സമയം പരിമിതമായതുകൊണ്ട്. ഉമ്മു മുഹമ്മദിൻ്റെ വീട്ടിൽ നിന്നും അവർ യാത്ര തുടർന്നു. ഏകദേശം മദീനയോട് സമീപിച്ച സമയത്ത് ബനൂ സുലൈം ഗോത്രത്തിൽപ്പെട്ട ഒരു നേതാവും അദ്ദേഹത്തിൻ്റെ കൂടെ 30-ലധികം വരുന്ന അനുയായികളും കൂടി വഴിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടെത്തുകയും അവരുമായി സംസാരിക്കുകയും ഇസ്ലാമിനെ പരിചയപ്പെടുത്തുകയും ചെയ്തപ്പോൾ നേതാവ് ഉൾപ്പെടെ ഈ ആളുകൾ മുഴുവനും ഇസ്ലാം മതം സ്വീകരിച്ചു. ഒന്നാമത് സുറാഖത്ത് ബിൻ മാലിക്കിനെ മാറ്റിയെടുക്കാൻ കഴിഞ്ഞതുപോലെ ബനൂ സുലൈം ഗോത്രത്തിൽപ്പെട്ട ഒരു വിഭാഗത്തെ അവരുടെ നേതാവ് ഉൾപ്പെടെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിലേക്ക് പ്രവേശിച്ചും അവർ മുസ്ലിങ്ങളായി തീർന്നു എന്ന് മാത്രമല്ല, അവർ മദീനയിൽ പ്രവേശിക്കാൻ പോകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, താങ്കൾ ഒറ്റക്ക് അല്ല പ്രവേശിക്കേണ്ടത്, മറിച്ച് പ്രശസ്തമായ നിലക്ക് എല്ലാവരുടെയും ശ്രദ്ധ തിരിക്കാൻ പറ്റുന്ന നിലക്ക് ഒരു സംഘത്തിൻ്റെ അകമ്പടിയോടുകൂടി പതാക വഹിച്ചു കൊണ്ടുപോകണം. അങ്ങനെ ഈ ബനൂ സുലൈമിൻ്റെ നേതാവ് അദ്ദേഹത്തിൻ്റെ തലപ്പാവഴിച്ച് അതൊരു കമ്പിൽ കെട്ടി പതാകയാക്കി മുന്നിൽ പതാക പിടിച്ചുകൊണ്ട് അദ്ദേഹവും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപത്തായി ഈ 30-ലധികം വരുന്ന സത്യവിശ്വാസികൾ അകമ്പടി സേവിച്ചുകൊണ്ട് ഒരു രാജകീയമായ യാത്രയാണ് മദീനയിൽ എത്തിയത്. മദീന പട്ടണത്തിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് മഹാനായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിങ്കളാഴ്ച ഖുബയിലെത്തി. നമുക്കൊക്കെ അറിയാം, വലിയ സ്വീകരണം നടന്നു, ദഫ്മുട്ടി, പാട്ടുപാടി, എല്ലാം അറിയാം. അതൊന്നും ഞാൻ ഇനി വിശദീകരിക്കുന്നില്ല. അങ്ങനെ ചൊവ്വ, ബുധൻ, വ്യാഴം, തിങ്കളാഴ്ച അവിടെ എത്തിയ ദിവസം കഴിഞ്ഞാൽ ചൊവ്വ, ബുധൻ, വ്യാഴം ഈ 3 ദിവസം ഖുബയിൽ താമസിക്കുകയും, ഈ ഖുബ മദീനയുടെ തൊട്ട് പുറത്താണ്. അവിടെ ആദ്യത്തെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തൃക്കൈ കൊണ്ട് തറക്കല്ലിട്ട ആദ്യത്തെ പള്ളിയാവുന്ന മസ്ജിദ് ഖുബ നിർമ്മിക്കുകയും ചെയ്തു. അപ്പോൾ ഒരു വിശ്വാസി ഏത് നാട്ടിലെത്തിയാലും അവൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രം മസ്ജിദാണ്. ആ മസ്ജിദ് അവൻ്റെ ആരാധനാ കേന്ദ്രം മാത്രമല്ല, അവൻ്റെ പാർലമെൻറ്റ് മന്ദിരവും അതാണ്, അവൻ്റെ സുപ്രീം കോർട്ടും അതാണ്, അവൻ്റെ വിദ്യാലയവും അതാണ്, അവൻ്റെ സാംസ്കാരികമായ എല്ലാത്തിൻ്റെയും കേന്ദ്രം അതാണ്. അങ്ങനെ ആദ്യമായി പള്ളി നിർമ്മിച്ചു. വെള്ളിയാഴ്ച രാവിലെയാണ് മഹാനായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യഥാർത്ഥ മദീന പട്ടണത്തിൽ പ്രവേശിക്കാൻ പോകുന്ന വഴിയിൽ ബനൂ സാലിം ഇബ്നു ഔഫ് എന്ന് പറയുന്ന അറബി ഗോത്രം, അൻസാരി ഗോത്രം താമസിക്കുന്ന പ്രദേശത്തെത്തിയപ്പോൾ ജുമയുടെ സമയമാവുകയും അങ്ങനെ ചരിത്രത്തിൽ ആദ്യമായി, മക്കയിലെ സാഹചര്യം അനുകൂലമല്ലാത്തത് കൊണ്ട് മക്കയിൽ ജുമാസ്കരിക്കാറുണ്ടായിരുന്നില്ല, നിബിതങ്ങളുടെ ചരിത്രത്തിൽ ആദ്യമായി ബനൂ സാലിം ഇബ്നു ഔഫിൻ്റെ ചെറിയൊരു നിസ്കാരപ്പള്ളി ഉണ്ടായിരുന്നു, അവിടുത്തെ മുസ്ലിങ്ങൾക്ക് നിസ്കരിക്കാനുണ്ട്. അതിൽ വെച്ചുകൊണ്ട് ലോകത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നേതൃത്വത്തിൽ ആദ്യത്തെ ജുമാ നിർവഹിച്ചു. അതിന്നും നല്ല ഗംഭീരം ഒരു പള്ളിയായി സ്മാരകമായി നിലനിർത്തിയിട്ടുണ്ട്. അതിൻ്റെ പേര് മസ്ജിദുൽ ജുമുഅ എന്നാണ്. ലോകത്താദ്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നേതൃത്വത്തിൽ നടന്ന പള്ളിയായതുകൊണ്ട് മസ്ജിദുൽ ജുമുഅ എന്ന്. അത് കഴിഞ്ഞിട്ടാണ് പിന്നീട് മസ്ജിദുൽ നബവി ഇന്ന് നിലകൊള്ളുന്ന, അന്ന് ബനു നജ്ജാറിലെ ഏതാനും യതീം മക്കളുടെ സ്വത്താവുന്ന ഒരു കളമായിരുന്നു അത്. അതിൽ പൂർവികരായ ചില ആളുകളുടെ ഖബറുണ്ടായിരുന്നു. അതുപോലെ തന്നെ മൂത്ത് നരച്ച് കായ്ഫലങ്ങൾ കുറഞ്ഞ
ഏതാനും ഈത്തപ്പനകളും ഉണ്ടായിരുന്നു. ആ സ്ഥലത്ത് ഒട്ടകം മുട്ടുകുത്തുകയും, ഞാൻ ചുരുക്കുകയാണ്, ഒട്ടകം മുട്ടുകുത്തുകയും അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇവിടെയാണ് താമസ സ്ഥലം എന്ന് പ്രഖ്യാപിക്കുകയും അനന്തരം ഒട്ടകം അവിടെ നിന്ന് എഴുന്നേറ്റ് തൊട്ടടുത്തുണ്ടായിരുന്ന വീടാവുന്ന അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു തആല അൻഹുവിൻ്റെ വീട്ടുമുറ്റത്ത് ഒട്ടകം മുട്ടുകുത്തുകയും ഉടനെ തന്നെ എഴുന്നേറ്റ് ആദ്യം മുട്ടുകുത്തിയ ഈ പറമ്പിൽ വന്ന് മുട്ടുകുത്തി തല താഴെ വെച്ച് കിടന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇതാണ് നമ്മുടെ കേന്ദ്രം എന്ന് പറഞ്ഞ് അത് വില കൊടുത്ത് വാങ്ങിയിട്ടാണ് രണ്ടാമത്തെ പള്ളി മസ്ജിദുൻ നബവി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിർമ്മിക്കുന്നത്. ആ മസ്ജിദുൻ നബവിയും അതിൻ്റെ പരിസരത്ത് നബി തങ്ങളുടെ ഭാര്യ സൗദാ റളിയല്ലാഹു തആല അൻഹാക്കും മക്കൾക്കും കൂടി താമസിക്കാനുള്ള വീടും പിന്നീട് ആയിഷ ബീവിയെ വീട് കൂടുന്ന സമയത്ത് താമസിക്കാൻ വേണ്ടിയുള്ള വീടും ഈ വീടും പള്ളിയും നിർമ്മിച്ച് 7 മാസം കൊണ്ടാണ്. ഈ 7 മാസം കൊണ്ട് ഇത് നിർമ്മിക്കുന്നത് വരെ തൊട്ടടുത്തുണ്ടായിരുന്ന നബി തങ്ങളുടെ ഉപ്പാപ്പയുടെ അമ്മാവന്മാരിൽപ്പെട്ട അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു തആല അൻഹു തങ്ങളുടെ വീട്ടിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ 7 മാസം താമസിച്ചത്. ഞാൻ ഇവിടെ ഈ വിഷയം നിർത്തുന്നു. ഇനി നമ്മുടെ മുന്നിൽ വരുന്നൊരു ചോദ്യമുണ്ട്. സഫർ മാസം അവസാനത്തിലാണ് മക്കയിൽ നിന്ന് പുറപ്പെട്ടതെങ്കിലും യാത്ര നടന്ന റബീഉൽ അവ്വലിലാണല്ലോ. തിങ്കളാഴ്ച 1 പുറപ്പെട്ടു, 8 അന്ന് തിങ്കളാഴ്ചയായിട്ട് ഖുബൈലെത്തി. ഇത് റബീഉൽ അവ്വലല്ലേ? പിന്നെ എന്തുകൊണ്ട് ഹിജ്റ വർഷം മുഹറം കൊണ്ട് തുടങ്ങുന്നു? റബീഉൽ അവ്വലിലാണല്ലോ യാത്ര നടന്നത്. അപ്പോൾ ഹിജ്റ വർഷം എണ്ണേണ്ടത് ഈ റബീഉൽ അവ്വൽ കൊണ്ട് ആണല്ലോ എന്നൊരു സംശയം. പക്ഷേ ഉള്ളത് മുഹറമിലാണല്ലോ. അതിന് ഒന്നിലധികം മറുപടി പറയാനുണ്ട് നമുക്ക്. ഒന്ന് പറയുക, പെട്ടെന്ന് മനസ്സിലാകാൻ പറ്റുന്നതും ഏറ്റവും പ്രബലമായതും, 13-ാം വർഷത്തെ നുബുവത്തിൻ്റെ 13-ാം വർഷം ദുൽഹജ്ജ് മാസം ഹജ്ജ് നിർവഹിച്ചതിന് ശേഷം മിനാരാത്രികളിലാണല്ലോ മദീനയിലേക്കുള്ള ഹിജ്റയെക്കുറിച്ച് കരാറാവുകയും അവർ ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചു പോവുകയും ചെയ്തതിന് ശേഷം തുടങ്ങിയ ആദ്യത്തെ മാസം മുഹറമാണ്. ഈ മുഹറത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് ഹിജ്റ പോകാൻ മനസ്സുകൊണ്ട് തീരുമാനിച്ചുറച്ചു എന്ന് മാത്രമല്ല, സ്വഹാബത്തിന് സമ്മതം കൊടുത്തിട്ട് അവർ യാത്ര തുടങ്ങി. അപ്പം യഥാർത്ഥത്തിൽ ഹിജ്റയുടെ തുടക്കമുണ്ടായത് 13-ാം വർഷത്തെ മുഹറത്തിലാണ്. കരാർ ദുൽഹജ്ജിലാണ് ഉണ്ടായതെങ്കിലും യാത്ര തുടങ്ങിയത് സഹാബത്താണ്. മദീനയിലേക്കുള്ള യാത്ര, ആ യാത്ര സഹാബത്ത് ആരംഭിക്കുന്നത് മുഹറത്തിൽ ആരംഭിച്ചു. മുഹറത്തിലും സഫറിലുമായിക്കൊണ്ട് ഏതാണ്ട് എല്ലാവരും പോയി കഴിഞ്ഞതിന് ശേഷം അവസാനമാണ് റബീഉൽ അവ്വലിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പുറപ്പെടുന്നത്. അപ്പം നേരത്തെ മുഹറത്തിൽ തീരുമാനമെടുക്കുകയും സഹാബത്ത് യാത്ര തുടങ്ങുകയും ചെയ്തതുകൊണ്ട് സാങ്കേതികമായി പറഞ്ഞാൽ മുഹറമാണ് ഹിജ്റ വർഷം തുടങ്ങുന്നത്. ഇത് ഒരു കാരണമാണ്. ഇനി നമ്മൾ അങ്ങോട്ട് നോക്കിയാൽ ചരിത്രത്തിൻ്റെ നീണ്ട മുഹറത്തിന് മനുഷ്യലോകത്തോട് വിളിച്ചു പറയാനുള്ളത് ത്യാഗപൂർണമായ സമർപ്പണ ജീവിതത്തിലൂടെ വിജയത്തിൻ്റെ വെന്നിക്കൊടി പറത്തിയ വിജയശ്രീലാളിതരായ നിരണ്ട ഒരു ചരിത്രത്തിൻ്റെ ആവർത്തനമാണ് മുഹറമിലുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബത്തിൻ്റെ ഹിജ്റ തുടങ്ങുകയും തങ്ങൾ പോകാൻ തീരുമാനിക്കുകയും ചെയ്തു എന്ന് മാത്രമല്ല, ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഈ ഭൂമി ലോകത്തേക്ക് ഇറക്കിക്കൊണ്ട് മനുഷ്യവംശത്തിൻ്റെ ഉദ്ഘാടനം കുറിച്ചത് മുഹറത്തിലാണ്. അപ്പോൾ ഈ കൊല്ലം കണക്ക് കൂട്ടൽ ഹിജ്റ കൊണ്ട് തുടങ്ങിയെങ്കിലും കൊല്ലം തുടങ്ങിയത് അന്നല്ലല്ലോ. കൊല്ലം തുടങ്ങിയവിടെ മനുഷ്യവാസം തുടങ്ങിയ അന്ന് മുതൽ തുടങ്ങിയാണ്. അത് ഓരോ ചരിത്ര സംഭവവുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് അതിൻ്റെ തുടക്കം കൂട്ടുക. ഉദാഹരണം,
ആദം നബി അലൈഹി സ്വലാമിൻ്റെ സന്താനങ്ങൾ കണക്ക് കൂട്ടിയിരുന്നത് ബഹുമാനപ്പെട്ട ആദം നബി അലൈഹി സ്വലാം ഭൂമിയിലേക്ക് ഇറങ്ങിയ സംഭവവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അത് നൂഹ് നബി അലൈഹി സ്വലാമിൻ്റെ കാലം വരെ അങ്ങനെ പോന്നു. അപ്പോൾ അവരും ഒന്നാമത്തെ മാസമായി കൂട്ടുന്നത് മുഹറമാണ്. പക്ഷേ അവരുടെ ചരിത്രം തുടങ്ങുന്നത് ഹിജ്റ കൊണ്ടല്ല, ആദം നബി അലൈഹി സ്വലാമിൻ്റെ ഇഹലോകത്തേക്കുള്ള യാത്ര ഉണ്ടായ മാസം എന്ന നിലക്കാം. പിന്നീട് നൂഹ് നബി അലൈഹി സ്വലാമിൻ്റെ തൂഫാൻ ഉണ്ടായത് മുതൽക്ക് പിന്നീടുള്ള ആളുകൾ തൂഫാൻ അടിസ്ഥാനമായിട്ട് കണക്ക് കൂട്ടിപ്പോന്നു. പിന്നീട് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം അഗ്നിപരീക്ഷണത്തിന് വിധേയമായി 100% വിജയശ്രീലാളിതനായി അഗ്നികുണ്ഡത്തിൽ നിന്നിട്ടൊരു രോമകൂപത്തിന് പോലും കേടുപറ്റാതെ രക്ഷപ്പെട്ടപ്പോൾ പിന്നീട് വന്ന ആളുകൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ അഗ്നിപരീക്ഷണം തുടക്കമാക്കി ചരിത്രമായി കണ്ട് അവിടെ നിങ്ങോട്ടാ കൊല്ലം കൂട്ടാൻ തുടങ്ങി. അതും അവരും ഒന്നാമത്തെ മാസമായി കൂട്ടുന്നത് മുഹറം തന്നെയാണ്. മുഹറത്തിൽ തന്നെയാണ് ഈ അഗ്നിപരീക്ഷ നടന്ന് വിജയിച്ചതും. പിന്നീട് കുറച്ചുകൂടി പിന്നോട്ട് വന്നപ്പോൾ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം ഫറവോ ചക്രവർത്തിയെ ചെങ്കടലിൽ മുക്കിഹലാക്കാക്കി, അല്ലെങ്കിൽ കൽസൂം സമുദ്രത്തിൽ മുക്കിഹലാക്കാക്കി മൂസ നബി അലൈഹി സ്വലാമിനെയും ഇസ്രായേലിയരെയും രക്ഷപ്പെടുത്തി. അങ്ങനെ ഈ സംഭവം അടിസ്ഥാനമാക്കിയിട്ടാണ് ഇസ്രായേലിയർ കൊല്ലം കണക്കൂട്ടുന്നത്. ഈ സംഭവം നടന്നത് മുഹറത്തിലായിരുന്നു. അതുകൊണ്ട് അവരും ഒന്നാമത്തെ മാസമായിട്ട് മുഹറം തന്നെ. ഇവരൊക്കെ മുഹറം എന്നതിന് പേര് പറയുന്നുണ്ടോ എന്നതല്ല പ്രശ്നം. പേര് ഓരോ ഭാഷക്കാരും അവരുടെ ഭാഷക്കനുസരിച്ച് അവർ പേരിടും. പക്ഷേ ഒന്നാമത്തെ മാസമായിട്ട് അവരുടെ വർഷത്തിൻ്റെ ഒന്നാമത്തെ മാസമായി കൂട്ടുന്നത് തന്നെയാണ്. പിന്നീട് അറബികളാണ് മുഹറം കൊണ്ട് തുടങ്ങി ദുൽഹജ്ജ് കൊണ്ട് പേരിട്ട്, ഓരോ സമുദായവും അവരവരുടെ പേരുണ്ട് എന്ന് മാത്രം. പക്ഷെ ഒന്നാമത്തെ മാസം ഇത് തന്നെയാണ്. പിന്നീട് യേശുക്രിസ്തുവിൻ്റെ ആളുകൾ ദീർഘകാലം യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടു എന്ന് അവർ തെറ്റിദ്ധരിച്ചെങ്കിലും വാനലോകത്തേക്ക് ഉയർത്തപ്പെട്ട സംഭവം മുതൽ കൊല്ലം കണക്ക് കൂട്ടിപ്പോന്നു. അറബികളെ സംബന്ധിച്ച് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ ചരിത്രം വിസ്മരിക്കപ്പെട്ടപ്പോൾ കിനാനത്തിൻ്റെ മരണം കൊണ്ടിട്ട്, അവരുടെ നേതാവായിരുന്നു കിനാനത്തിൻ്റെ മരണം കൊണ്ടിട്ട് അടിസ്ഥാനമാക്കിയിട്ട് കൊല്ലം കൂട്ടി. കുറേ കൂടി വന്നപ്പോൾ ഖുസയ്യിൻ്റെ മരണം, ഖുസയ്യാണ് ഖുറൈശികളെ ഒരുമിച്ച് കൂട്ടി ഹറമിൻ്റെ ചുറ്റും ഒരു കോട്ട പോലെ ഹറമിനെ സംരക്ഷിച്ചുകൊണ്ട് അവർ താമസമാക്കിയ ഖുറൈശുൽ ബിത്താഹി എന്ന പേരിൽ അറിയപ്പെടുന്ന സംഘടിത ഖുറൈശികളെ നേതൃത്വം കൊടുത്തിരുന്ന രാജകീയ സ്ഥാനം വഹിച്ചിരുന്ന അദ്ദേഹത്തിൻ്റെ മരണം കൊണ്ട് കൊല്ലം കണക്കാക്കി. പിന്നീട് നബി തങ്ങളുടെ ജനനത്തിൻ്റെ തൊട്ടു മുമ്പ് ലോകത്തെ അമ്പരപ്പിച്ചുകൊണ്ട് ആനക്കലഹ സംഭവം, ആനപ്പടയാളികളുമായി കൊണ്ട് അബ്രഹത്ത് രാജാവ് കഅബ പൊളിക്കാൻ വന്നവരെ അബാബിയിൽ പക്ഷികളെ ഇറക്കിക്കൊണ്ട് ഹലാക്കാക്കിയ സംഭവം, ആ സംഭവത്തെ അനുസ്മരിച്ചുകൊണ്ട് പിന്നെ ആനക്കലഹ സംഭവം അടിസ്ഥാനമാക്കിയിട്ടാണ് കൊല്ലം കൂട്ടിയിരുന്നത്. പിന്നീട് മുസ്ലിങ്ങൾ, സ്വഹാബാ കിറാമുകൾ, ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഭരണകാലം ഹിജ്റ 17 ആണ് ഹിജ്റ അടിസ്ഥാനമാക്കിക്കൊണ്ട് കൊല്ലം ചരിത്രം കണക്കൂട്ടാൻ തുടങ്ങിയത്. ഓരോ സമൂഹവും അവരുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതൊക്കെ ഒന്നാമത്തെ മാസമായിട്ട് അവരുടേതൊക്കെ മുഹറം തന്നെ, ആരുടേത് മാറ്റമില്ല. ഹിജ്റ അടിസ്ഥാനമാക്കാൻ വേണ്ടി ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലത്ത് അബൂ മൂസ അശ്അരി റളിയല്ലാഹു തആല അൻഹു ഗവർണറാണ്. അദ്ദേഹം ഒരിക്കൽ സംശയം ഉന്നയിച്ചു. മദീനയിൽ നിന്ന് ഖലീഫയുടെ പല കത്തുകളും വരും. മുഹറം 10, അതല്ലെങ്കിൽ ദുൽഹജ്ജ് 5, ഷവ്വാൽ 25 എന്നൊക്കെ പറഞ്ഞു. ഏത് കൊല്ലത്തെ ഷവ്വാൽ? ഒരു കൊല്ലം വേണ്ടേ ഇതിന്? ഒരു താരീഖ് വേണ്ടേ? ഉന്നയിക്കും. ഇങ്ങനെ പലരും ഈ അഭിപ്രായങ്ങൾ ഉന്നയിച്ചപ്പം ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു ദർബാർ കൂടി മുഷാവറ അംഗങ്ങളാവുന്ന പ്രമുഖ സഹാബക്കൾ, ബദ്രീങ്ങൾ ഉൾപ്പെടെയുള്ള അശറത്തുൽ മുബശ്ശരീങ്ങൾ
കൂടിയിരുന്നു കൊണ്ട് കൂടിയാലോചിച്ചു. ചില ആളുകളൊക്കെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മം കൊണ്ടാവാം എന്ന് അഭിപ്രായപ്പെട്ടു. മറ്റു ചിലർ നബി തങ്ങളുടെ നുബുവത്ത് തുടങ്ങിയത് കൊണ്ടാവാം അഭിപ്രായപ്പെട്ടു. ഇനി മൂന്നാമതൊരു വിഭാഗം ആളുകൾ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുവഫാത്ത് അടിസ്ഥാനമാക്കിയിട്ട് കൊല്ലം കണക്കാക്കാം എന്ന് അഭിപ്രായപ്പെട്ടു. അതൊക്കെ വിവിധ കാരണങ്ങളാൽ തള്ളപ്പെട്ടെങ്കിലും മഹാനായ ഇമാം അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു, മഹാനായ ഇമാം ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു, മഹാനായ ഇമാം അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു, ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു, ഈ മൂന്ന് മഹത്തുക്കളും ഒരേ അഭിപ്രായം പറഞ്ഞു. ഇതിലൊക്കെ ധാരാളം അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാവാം. ഇസ്ലാം ബലഹീനതയിൽ നിന്നിട്ടും മാറി ശക്തിപ്പെടുകയും സ്വകാര്യമായിരുന്നത് പരസ്യമാവുകയും ദീനിൻ്റെ ഇസ്സത്ത് പ്രകടമാവുകയും ചെയ്തത് ഹിജ്റയിലൂടെയാണ്. അതുകൊണ്ട് ഹിജ്റയാണ് അടിസ്ഥാനമാക്കേണ്ടത് എന്ന് അഭിപ്രായപ്പെടുക മാത്രമല്ല, ഇമാം അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഇങ്ങനെയും പറഞ്ഞു. അല്ലാഹു തആല ഖുർആനിൽ പറയുന്നുണ്ടല്ലോ, ലമസ്ജിദുൻ ഉസ്സിസ അല തഖ്വ മിൻ അവ്വലി യൗമിൻ ഖൈറുൻ അൻ തഖൂമ ഫീഹി റിജാലുൻ യുഹിബ്ബൂന യതതഹറു വല്ലാഹു യുഹിബ്ബുൽ മുത്തഹിരീൻ. ലമസ്ജിദുൻ ഉസ്സിസ അല തഖ്വ മിൻ അവ്വലി യൗമിൻ, ഒന്നാമത്തെ ദിവസം തഖ്വയിൽ അധിഷ്ഠിതമായി തറക്കല്ലിടത്തപ്പെട്ട പള്ളി, അതാണ് നിസ്കരിക്കേണ്ട പള്ളി. ഇവിടെ ഈ ഒന്നാമത്തെ ദിവസം അവ്വലിയൗം എന്ന് പറയുമ്പോൾ ലോകമുണ്ടായ ദിവസമല്ലല്ലോ അവ്വലിയൗം, നബിതങ്ങൾ ജനിച്ച ദിവസമല്ലല്ലോ അവ്വലിയൗം, നുബുവത്ത് കിട്ടിയ ദിവസമല്ലല്ലോ അവ്വലിയൗം. പിന്നെ എന്നാണ്? മദീനയിലേക്ക് ഹിജ്റ എത്തിയ ദിവസമാണ് അവ്വലിയൗം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ വന്ന് തിങ്കളാഴ്ച എത്തിയ അന്ന് തറക്കല്ലിട്ടിട്ട് തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം എന്നീ 3 ദിവസം കൊണ്ട് തണപ്പണി പൂർത്തിയാക്കി പന്തലിട്ട് പള്ളി പൂർത്തീകരിച്ചു. ഇപ്പോൾ ഡേറ്റ് തുടങ്ങാൻ ഖുർആൻ സൂചിപ്പിച്ചത് ഈ അവ്വലിയൗം എന്ന പ്രയോഗത്തിലൂടെ ഹിജ്റ അടിസ്ഥാനമാക്കിയിട്ടാണ് തുടങ്ങേണ്ടത്. അപ്പം പിന്നെ ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. അങ്ങനെ ഹിജ്റ വർഷം അടിസ്ഥാനമാക്കിക്കൊണ്ട് മുഹറം 1-ാമത്തെ മാസമായി. ഇനി വേറെയും ധാരാളം കാരണങ്ങളുണ്ട്. ഈ ഭൂമി അല്ലാഹു തആല സൃഷ്ടിച്ചു, ആകാശത്തെയും സൃഷ്ടിച്ചെങ്കിലും ഭൂമിയിൽ ജലത്തിൻ്റെ അഭാവം കാരണം സസ്യലതാദികളൊന്നും മുളച്ചിരുന്നില്ല. സസ്യലതാദികളൊന്നും മുളക്കാത്തത് കൊണ്ട് പഴവർഗ്ഗങ്ങളോ ധാന്യങ്ങളോ ഇല്ല, വെള്ളമില്ല. അതുകൊണ്ട് ഇവിടെ ജീവജാലങ്ങൾക്ക് ജീവിതയോഗ്യമല്ല. അങ്ങനെ വരണ്ടുണങ്ങിക്കിടക്കുകയായിരുന്നു ഭൂമി. ആകാശത്തിൽ നിന്ന് ഒരിറ്റു മഴ വർഷിക്കാതെ വരണ്ടുണങ്ങിക്കിടക്കുകയായിരുന്നു. അവലം യറല്ലദീന കഫറു അന്നസ്സമാവാതി വൽഅർദ കാനതാ റത്ഖ ഫഫതഖ്നാഹുമാ വജഅൽനാ മിനൽ മാഇ കുല്ല ഷൈഇൻ ഹയ്യിൻ. അല്ലാഹു തആല പറയാം, ഭൂമിയിൽ വെള്ളമില്ലാത്തത് കൊണ്ട് സസ്യലതാദികളൊന്നും മുളച്ചിരുന്നില്ല, ധാന്യങ്ങളോ പഴവർഗ്ഗങ്ങളോ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ജീവജാലങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ അനുയോജ്യമായിരുന്നില്ല. ആകാശമാണെങ്കിൽ ഒരിറ്റു മഴവെള്ളം വർഷിക്കാതെ വരണ്ടുണങ്ങിക്കിടക്കുകയായിരുന്നു. ഫഫതഖ്നാഹുമാ, അങ്ങനെ ആകാശലോകത്തിൽ നിന്ന് മഴ വർഷിച്ചുകൊണ്ട് തുടങ്ങിയ അല്ലാഹു തആല അത് മുഹറത്തിലാണ് മഴ വർഷിച്ചത്. ആദ്യത്തെ മഴ ഈ ഭൂമി ലോകത്തേക്ക് വർഷിച്ചത് മുഹറത്തിലാണ്. അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ പ്രതീകമാണ് മഴ. അപ്പോൾ ഈ റഹ്മത്ത് ലോകത്തിന് വർഷിച്ച് കിട്ടിക്കൊണ്ട് ലോകത്തിൻ്റെ റഹ്മത്തിൻ്റെ ഉദ്ഘാടനം കുറിക്കപ്പെട്ട മഹത്തായ മാസമാണ് മുഹറം. അതിലൂടെയാണ് സസ്യലതാദികൾ വന്നു വന്നതും, അതിലൂടെയാണ് പഴവർഗ്ഗങ്ങളും ധാന്യങ്ങളും ഉണ്ടായതും, ജീവജാലങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ യോഗ്യമായതും. പിന്നീട് അബൂനാബുൽ ബഷർ ആദം അലൈഹിസ്സലാത്തു വസ്സലാം സ്വർഗലോകത്തിൽ നിന്ന് ജീവിക്കുകയാണെങ്കിൽ ആദം നബിയും ഹവ്വാ ബീവിയും തന്നെ ഉണ്ടാവുള്ളൂ. കാരണം അവിടെ ഗർഭധാരണം നടക്കൂല, അവിടെ സ്ഖലനം സംഭവിക്കൂല. ശാരീരിക ബന്ധം നടക്കുമെങ്കിലും അവിടെ സ്ഖലനം സംഭവിക്കുന്നില്ല, അവിടെ സന്താന ഉൽപാദനം നടക്കില്ല. അപ്പോൾ ഈ ലോകത്ത് ഖലീഫയാകാൻ വേണ്ടി പടക്കപ്പെട്ട ആദം നബി അലൈഹി സ്വലാം ഇങ്ങോട്ട് വരണ്ടേ?
ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഈ ലോകത്തേക്ക് ഇറങ്ങിയ, അല്ലാതെ അള്ളാഹു തആല ശിക്ഷിച്ചുകൊണ്ട് നാട് കടത്തിയതല്ല. മറിച്ച് മനുഷ്യവംശത്തിൻ്റെ വർധനവ് നിലനിൽപ്പുമാണ് ലക്ഷ്യം. അതിന് ഈ ലോകത്ത് വരണം. അങ്ങനെ മനുഷ്യവംശത്തിൽ 1,00,000-ലധികം വരുന്ന അമ്പിയാ മുർസലുകളും കോടിക്കണക്കിന് വരുന്ന ഔലിയാക്കളും സ്വാലിഹീങ്ങളും ഉണ്ടാകാൻ കാരണമായത് ആദം നബി അലൈഹി സ്വലാമിൻ്റെ ഭൂമിവാസമാണ്. ഇല്ലെങ്കിൽ അവരൊന്നും ഉണ്ടാവില്ല. ഇത്രയും വലിയ മഹത്തായ കോടിക്കണക്കിന് വരുന്ന മഹാസ്വാലിഹീങ്ങൾ ഉണ്ടാവാൻ കാരണമായ സംഭവം ഈ ലോകത്തേക്ക് ആദം നബി അലൈഹി സ്വലാം ഇറങ്ങിയത്. അതുകൊണ്ട് അത് വലിയ അനുഗ്രഹമാണ്. അത് മുഹറത്തിലാണ് ഈ ലോകത്തേക്ക് ഇറങ്ങിയത്. ഇങ്ങനെ എണ്ണിയാൽ നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ 100-ൽ താഴെ വരുന്ന മുഅ്മിനുകളുമായ ആളുകളിൽ കപ്പലിൽ 7 മാസം ഭൂമിയിൽ കറങ്ങിയിട്ടുണ്ട്. അവർ 1, 2, 3 അല്ല, 7 മാസം കറങ്ങി. അതിനുശേഷം വസ്തവത്ത് അലൽ ജൂഡി പർവ്വതത്തിൽ ആ കപ്പൽ നങ്കൂരമിടപ്പെട്ടു, ഭൂമിയിലേക്ക് ഇറങ്ങി. മനുഷ്യ ജീവിതത്തിൻ്റെ 2ാം പാർട്ട് ഉദ്ഘാടനം ചെയ്യുന്ന അത് മുഹറത്തിലാണ്. ആദം നബി അലൈഹി സ്വലാമിൻ്റെ മനുഷ്യവംശത്തിൻ്റെ 1ാമത്തെ പാർട്ട് തുടങ്ങുന്നത് മുഹറത്തിലാണെങ്കിൽ 2ാമത്തെ ആദം എന്ന പേരിൽ അറിയപ്പെടുന്ന മഹാനായ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ 2ാം പാർട്ട് തൂഫാനിൻ്റെ ശേഷം നൂഹ് നബി അലൈഹി സ്വലാമിൻ്റെ 3 മക്കളാവുന്ന ഹാമ്, സാമ്, യാഫസ് എന്നീ 3 മക്കളുടെ മക്കൾ പരമ്പരയാണ് വജഅൽനാ ദുരിയത്തഹു ഹുമുൽ ബാഖീൻ എന്ന ആയത്തിലൂടെ അല്ലാഹു തആല പറയുന്നത്. ആദം നബി അലൈഹി സ്വലാമിൻ്റെ ശേഷം പിന്നീട് തൗഫാൻ കഴിഞ്ഞിട്ട് മഹാനായ നൂഹ് നബി അലൈഹി സ്വലാമിൻ്റെ മക്കൾ പരമ്പരയാണ് പിന്നെ മനുഷ്യലോകമായിട്ട് ഇവിടെ നിൽക്കുന്നത്. അതുകൊണ്ടാണ് 2ാമത്തെ ആദം എന്ന് പറയാൻ കാരണം. ആ 2ാമത്തെ ഈ ലോകത്തെ മനുഷ്യവാസം തുടങ്ങുന്നതും മുഹറത്തിലാണ്. അപ്പോഴും മുഹറം തന്നെയാണ് 1ാമത് തുടങ്ങുന്നത്. ഞാൻ ചുരുക്കുകയാണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നാൽ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാമിനെ ലോകത്തെ മുഴുവനും അമ്പരപ്പിച്ചുകൊണ്ട് തൗഹീദിൻ്റെ പതാകവാഹകനായിരുന്ന മനുഷ്യകുലത്തിൻ്റെ നേതാവ് മഹാനായ അബുൽ അംബിയ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാമിനെ അതിക്രൂരമായ നിലക്ക് അഗ്നിയിലേക്ക് വലിച്ചെറിയപ്പെട്ടപ്പോൾ ആ അഗ്നി പരീക്ഷണം സുസ്മേരവദനായി അള്ളാഹുവിൽ തന്നെ സമർപ്പിച്ച് പൂർണ്ണമായി സന്തോഷത്തോടു കൂടി അത് സ്വീകരിച്ചപ്പോൾ അള്ളാഹു തആലാന്റെ നേരിട്ടുള്ള ഓർഡർ പ്രകാരം യാനാറു കൂനി ബർദം വസലാമൻ അലാ ഇബ്രാഹിം, എൻ്റെ പ്രിയപ്പെട്ട ഖലീൽ ഇബ്രാഹിം അലൈഹി സ്വലാമിന് ശാന്തിയും തണുപ്പുമായി മാറണം എന്ന ഓർഡറോടുകൂടി അഗ്നികുണ്ടാരത്തിൽ നിന്ന് സുരക്ഷിതനായി സുസ്മേരവദനായി മന്നം നടന്നു വന്ന് അള്ളാഹുവിൻ്റെ തൗഹീദിൻ്റെ മുന്നിൽ വെണ്ണീറാക്കാൻ, ആ തൗഹീദിൻ്റെ വാഹകന്മാരെ ചുട്ടുകരിക്കാൻ അഗ്നികുണ്ഡത്തിന് പ്രാപ്തിയില്ല എന്ന് ലോകത്തിൻ്റെ മുന്നിൽ കാണിച്ചുകൊണ്ട് അഗ്നി പരീക്ഷണത്തിൽ വിജയശ്രീലനായി പുറത്തു വന്നത് ഇതേ മുഹറം 10-ലാണ്. അതുകൊണ്ട് പിൽക്കാലത്തുള്ള അവരുടെ പരമ്പരയാണല്ലോ പിന്നീടുള്ള അമ്പിയാക്കന്മാരെല്ലാവരും. അവർ ഒക്കെ ഈ ചരിത്രത്തെ അനുസ്മരിച്ചുകൊണ്ടാണ് ഖുറൈശികൾ, ഹദീസിൽ കാണാം, ബീബി ആയിഷ റളിയല്ലാഹു തആലയിൽ നിന്നിട്ട് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, മക്കയിൽ ജീവിച്ചിരുന്ന കാലത്ത് ഖുറൈശികളാവുന്ന മുശ്രിക്കുകൾ മുഹറം 10 നോമ്പനുഷ്ഠിക്കാറുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അനുഷ്ഠിക്കാറുണ്ടായിരുന്നു, സഹാബത്തും അനുഷ്ഠിക്കാറുണ്ടായിരുന്നു. പക്ഷേ ഈ ഖുറൈശികൾക്കറിയില്ല എന്തിനാണ് മുഹറത്തിൽ നമ്മൾ നോമ്പ് വെക്കുന്നതെന്ന്. കാരണം അവർക്ക് ചരിത്രം അറിയില്ല, അവർക്ക് വേദമില്ലല്ലോ. നബി തങ്ങൾക്കറിയാം. കാരണം അല്ലാഹു തആല വഹി മുഖേന വഅല്ലമക മാ ലം തകുൻ തഅലം, താങ്കൾക്ക് നേരത്തെ അറിയാതിരുന്ന സകല കാര്യങ്ങളും അല്ലാഹു താങ്കൾക്ക് അറിയിച്ചു തന്നു എന്ന് പറഞ്ഞ് തങ്ങൾക്കറിയാം. പക്ഷേ ജനങ്ങൾക്കറിയില്ല. മദീനയിലേക്ക് ഹിജറ പോയതിന് ശേഷം റബീഉൽ അവ്വലിൽ ചെന്ന് പിറ്റേ മുഹറത്തിലാണ് മുഹറം 10 വരുന്നതല്ലോ. ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ബനൂ ഖൈനുഖാരും ബനൂ നദീറുകാരും ബനൂ ഖുറൈളക്കാരുമാവുന്ന യഹൂദികൾ ആഘോഷപൂർവ്വം അവർ മുഹറത്തിൽ നോമ്പനുഷ്ഠിക്കുന്നു.
നബി തങ്ങൾ ചോദിച്ചു, എന്തിനാണോ നിങ്ങൾ നോമ്പ് നോൽക്കുന്നത്? നബി തങ്ങളും സഹാബത്തും നേരത്തെ നോൽക്കുന്നുണ്ട്. അത് ഖലീലുള്ളാഹി ഇബ്രാഹിം അലൈഹി ഇസ്ലാമിൻ്റെ അഗ്നിപരീക്ഷണം വിജയിച്ചത് കൊണ്ടാണ്. അത് പക്ഷേ ഖുറൈശിക്ക് അറിയില്ല എന്ന് മാത്രം. അവരോട് ചോദിച്ചു, അവർ പറഞ്ഞു, ഞങ്ങൾ ഖലീലുള്ളാഹി ഇബ്രാഹിം അലൈഹി ഇസ്ലാമിൻ്റെ അഗ്നിപരീക്ഷയുമായി ബന്ധപ്പെട്ടിട്ടല്ല, മറിച്ച് കരീമുല്ലാഹി മൂസ അലൈഹി ഇസ്ലാമിനെയും ബനി ഇസ്രായേലിനെയും കൽസൂം സമുദ്രത്തിലൂടെ രക്ഷപ്പെടുത്തി ഫലസ്തീനിൽ എത്തിക്കുകയും, ഫലസ്തീനിലല്ല എത്തിച്ച് മരുഭൂമിയിലെത്തി, ആദ്യം ഫറവോ ചക്രവർത്തിയെയും അദ്ദേഹത്തിൻ്റെ പടയാളികളെയും ഈ കൽസൂം സമുദ്രത്തിൽ മുക്കി ഹലാക്കാക്കുകയും ചെയ്ത ഈ നിഅമത്തിന് ശുക്രായി മൂസ അലൈഹി സ്വലാം നോമ്പ് നോറ്റിരുന്നു. അതനുസ്മരിച്ചുകൊണ്ടാണ് ഞങ്ങൾ നോമ്പ് നോൽക്കുന്നത്. അപ്പോൾ ഇസ്രായേലിയരുടെ രക്ഷയും ഫറോവയുടെയും അവൻ്റെ പട്ടാളക്കാരുടെയും ശിക്ഷയും അനുസ്മരിച്ചുകൊണ്ടാണ് അവർ നോമ്പ് നോൽക്കുന്നത്. അപ്പോൾ പറഞ്ഞാൽ നിങ്ങൾ ഈ ഇബ്രാഹിം കലീമുല്ലാഹി മൂസ അലൈഹി സ്വലാമിൻ്റെ ശരീഅത്ത് മാറ്റിമറിച്ച് തോന്നിയതുപോലെ ജീവിക്കുന്നവരാണ്. നിങ്ങൾ ഉസൈർ ഇബ്നുല്ലാഹ് എന്ന് പറഞ്ഞിട്ട് ശിർക്ക് ചെയ്യുന്നവരാണ്. മൂസാ നബി അലൈഹി സ്വലാമിനോട് പഠിപ്പിച്ച യഥാർത്ഥ തൗഹീദ് കൊണ്ടു നടക്കുന്നത് ഞങ്ങളാണ്. അതുകൊണ്ട് നിങ്ങളെക്കാളും ഞങ്ങളാണല്ലോ അത് കൊണ്ടു നടക്കാൻ യോഗ്യർ എന്ന് പറഞ്ഞ് അന്ന് മുതൽ നോമ്പ് കൊണ്ട് ഇബ്രാഹിം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിച്ചു. അതുവരെ കൽപ്പിക്കലില്ലായിരുന്നു. നേരത്തെ പാരമ്പര്യമായി ഖുറൈശികളെ കാലത്തെ, പഴയ ജാഹിലിയ കാലത്തെ നോൽക്കാറുണ്ട് 10. അത് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ അഗ്നിപരീക്ഷ വിജയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. പക്ഷെ അത് ഖുറൈശിക്ക് അറിഞ്ഞുകൂടാ. ഇവരും നേരത്തെ നോൽക്കലുണ്ട്. പക്ഷെ അവർ കിതാബുള്ളവരായതുകൊണ്ട് അവർക്ക് വിവരമറിയാം എന്തുകൊണ്ടാണ്. അല്ലാതെ ഇവിടെ ഒരു തെറ്റിദ്ധാരണയുണ്ട്. മുഹറം 10 നോമ്പ് നോൽക്കലും പുണ്യം, ആ ദിവസം പുണ്യ ദിവസമായി അറിയിക്കലുമൊക്കെ ഇസ്രായേലിയരോട് ചോദിച്ചിട്ടാ പഠിച്ചത് എന്ന്. അങ്ങനെയല്ല. ഇസ്രായേലിയർ എന്തുകൊണ്ട് നോൽക്കുന്നു എന്ന് ചരിത്രം ചോദിച്ചവർക്ക് കിതാബുള്ളതുകൊണ്ട് ചരിത്രം അറിയും. ഒരു ചരിത്രം പറഞ്ഞു. ഖുറൈശികൾക്ക് ചരിത്രം അറിയാമല്ല, കാരണം അവർക്ക് കിതാബില്ല. അതുകൊണ്ട് അവരെന്നാലും പാരമ്പര്യമായി അവർ നോമ്പ് നോൽക്കുന്നുണ്ട്. ഇസ്ലാമിൽ ഇത് രണ്ടും പരിഗണിക്കേണ്ടതാണ്. നൂഹ് നബി അലൈഹി ഇസ്ലാമിനെയും പരിഗണിക്കണം, ആദം നബി അലൈഹി ഇസ്ലാമിനെയും പരിഗണിക്കണം, ഖലീലുല്ലാഹി അലൈഹി ഇസ്ലാമിനെയും പരിഗണിക്കണം, കരീമുല്ലാഹി മൂസ അലൈഹി ഇസ്ലാമിനെയും പരിഗണിക്കണം. ഇതെല്ലാം വെച്ചിട്ട് മുസ്ലിമുകൾക്ക് പുണ്യത്തിൻ്റെ മോൾ പുണ്യം നടന്ന എന്നല്ല, ആശൂറ എന്ന പേര് മുഹറം 10 വരാൻ തന്നെ ഉണ്ടായ കാരണം 2 കാരണങ്ങളാണ് പണ്ഡിതന്മാർ പറയുന്നത്. അതിൽ ഒരു കാരണം അമ്പിയാക്കന്മാരിൽപ്പെട്ട പ്രമുഖരായ പ്രശസ്തരായ 10 മഹാന്മാരായ അമ്പിയാക്കൾ, ആദം നബി അലൈഹി സ്വലാം ഭൂമി ലോകത്തേക്ക് ഇറങ്ങിയത് മുതൽക്ക് ഖലീലുല്ലാഹി അലൈഹി സ്വലാം, മൂസ അലൈഹി സ്വലാം ഉൾപ്പെടെയുള്ള 10 മഹാന്മാരായ അമ്പിയാക്കളെക്ക് മഹത്തായ വിജയം നൽകി അവരെ അല്ലാഹു തആല സ്വീകരിക്കുകയും അവരുടെ ശത്രുക്കളെ അല്ലാഹു തആല ഹലാക്കാക്കിക്കൊണ്ട് അവർക്ക് അനുഗ്രഹം പൂർത്തീകരിക്കുകയും ചെയ്ത് 10 പ്രധാന സംഭവങ്ങൾ ഉൾക്കൊള്ളുന്നുകൊണ്ടാണ് മുഹറം 10 ആശൂറ എന്ന് പേര് പറയാൻ കാരണം എന്ന് വരെ ചരിത്രകാരന്മാരിൽ ഒരു കൂട്ടർ പറയുന്നുണ്ട്. മുഹറം 10 ആശൂറ എന്ന് പറയുന്നത് എന്നതാണ് ഒന്നാമത്തെ കാരണം. ഏതായാലും ചുരുക്കത്തിൽ മുഹറത്തിന് നമ്മളോട് പറയാനുള്ള ബാക്കി വിഷയങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ പറയാം. മുഹറത്തിന് നമ്മളോട് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം, അള്ളാഹു എപ്പോഴും സത്യവിശ്വാസിയുടെയും പ്രവാചകന്മാരുടെയും കൂടെയുണ്ട്. അള്ളാഹുവിൻ്റെ സഹായം, അവൻ്റെ സംരക്ഷണം, അവനിൽ നിന്നുള്ള വിജയം പ്രവാചകന്മാർക്കും അവരുടെ അനുയായികൾക്കുമുണ്ട്. പക്ഷേ അവിടെ നമ്മൾ ആ പക്ഷയാണ് സൂക്ഷിക്കേണ്ടത്. പക്ഷേ ഇത് നിഷ്പ്രയാസം, ബുദ്ധിമുട്ടില്ലാതെ, ത്യാഗമില്ലാതെ, സമർപ്പണമില്ലാതെ വെറുതെ കിട്ടുന്നാരും വിചാരിക്കണ്ട. മുഹറത്തിന് നിരന്തരം വിളിച്ചു പറയാനുള്ള സന്ദേശം അള്ളാഹുവിൻ്റെ അമ്പിയാക്കൾക്കും ആ അമ്പിയാക്കളെ പിന്തുടരുന്ന അവൻ്റെ ഔലിയാക്കൾക്കും അള്ളാഹു മഹത്തായ വിജയം മുഹറമിലൂടെ പ്രഖ്യാപിച്ചിരിക്കുക മാത്രമല്ല, മുഹറമിലൂടെ പ്രകടിപ്പിക്കുകയാണ് ചെയ്തത്. പക്ഷേ അതിൻ്റെ മുമ്പ്
അതികഠിനവും തീഷ്ണവുമായ പരീക്ഷണത്തിലൂടെ ഈ അമ്പിയാക്കളുടെയും ഈ ഔലിയാക്കളുടെയും അഥവാ സത്യവിശ്വാസികളുടെയും സമർപ്പണം, തന്നെത്താൻ അള്ളാഹുവിന് സമർപ്പിച്ച് ജന്മനാടും വീടും സ്വത്തും കുടുംബവും എല്ലാം ത്യജിച്ച് അള്ളാഹ് എന്ന മഹത്തായ തത്വത്തിനു വേണ്ടി തന്നെത്താൻ സമർപ്പിക്കുകയും ബാക്കി എല്ലാത്തിനെയും ഖുർആൻ തന്നെ ആ കാര്യം എടുത്തു പറയുന്നത്. ഖുൽ ഇൻകാന ആബാഉക്കും വ അബ്നാഉക്കും വ അസ്വാജുക്കും വ അശീറത്തുക്കും വ അംവാലുൻ ഇഖ്തറഫ്തുമൂഹാ വ തിജാറത്തുൻ തഖ്ശൗന കസാദഹാ വ മസാകിനു തർളൗനഹാ അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വ റസൂലിഹി വ ജിഹാദിൻ ഫീ സബീലിഹി ഫതറബ്ബസൂ ഹത്താ യഅതിയല്ലാഹു ബിഅംരിഹി. ഒരു മനുഷ്യൻ്റെ പ്രകൃതിപരമായ താല്പര്യം അവൻ്റെ ഭാര്യമക്കളോട്, അവൻ്റെ ഉമ്മമാപ്പമാരോട്, അവൻ്റെ കൂട്ടുകുടുംബങ്ങളോട്, അവൻ്റെ സ്നേഹജനങ്ങളോട്, അതിൻ്റെ പുറമെ അവൻ്റെ കച്ചവടത്തോട്, അവൻ്റെ സമ്പത്തിനോട്, സർവോപരി അവൻ്റെ സ്വന്തം വീടിനോട്, ഇതിനോടൊക്കെയാണ് അള്ളാഹുവിനോടും റസൂലിനോടും ഉള്ളതിനേക്കാൾ നിങ്ങൾക്ക് തൃപ്തിയെങ്കിൽ ഫതറബ്ബസു, കാത്തിരുന്നോളൂ. ഹത്തായത്തി അള്ളാഹു ബിഅംരിഹി, അള്ളാഹു അവൻ്റെ ശിക്ഷ കൊണ്ടുള്ള ഓർഡർ വരാൻ പോകുന്നു. അപ്പോൾ ഇതിൽ നിന്ന് രക്ഷപ്പെട്ട് അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് വിജയവും നേട്ടവും ലഭിക്കണമെങ്കിൽ നിർബന്ധമായും വീടിനെയും സ്വത്തിനെയും കൂട്ടുകുടുംബങ്ങളെയും സ്വന്തത്തെയും ബന്ധത്തെയും ജനിച്ച മണ്ണിനെയും എല്ലാം ത്യജിക്കാൻ തയ്യാറായി എല്ലാത്തിലും മേലത് റബ്ബാണ് എന്നുള്ള, അള്ളാഹു അക്ബർ എന്നുള്ള ആ സന്ദേശത്തെ മുറുകെ പിടിക്കാൻ തയ്യാറുണ്ടോ? അവരുടെ മുന്നിൽ മുഹറത്തിന് നീണ്ട പട്ടിക ഉദ്ധരിച്ചുകൊണ്ട് വിജയശ്രീലാളിതരായ അമ്പിയാക്കളുടെയും മുഅ്മിനുകളുടെയും ചരിത്രം വിളിച്ചു പറയുന്ന വിജയഗാഥ എഴുതിയ ചരിത്രഭൂമികയാണ് മുഹറം. മുഹറം കഷ്ടപ്പാടിൻ്റെ മാസമല്ല, ബുദ്ധിമുട്ടിൻ്റെ മാസമല്ല, പരാജയത്തിൻ്റെ മാസമല്ല. സമർപ്പണം ചെയ്യുന്ന, അള്ളാഹുവിൽ തവക്കുലാക്കുന്ന, സകലത്തിനെയും അള്ളാഹുവിന് വേണ്ടി ത്യജിക്കാനുള്ള ത്യാഗമനസ്സുള്ളവർക്ക് വിജയത്തിൻ്റെ കഥ പറയുന്ന, അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളുടെ പട്ടികയുടെ കണക്ക് പറയുന്ന മാസമാണ്. വിജയത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും പുരോഗതിയുടെയും അഭിവൃദ്ധിയുടെയും സ്വന്തം കാലിന്മേൽ നിൽക്കാനുള്ള സ്വാതന്ത്ര്യത്തിൻ്റെയും ചരിത്രമാണ് മുഹറത്തിന് ലോകത്തോട് പറയാനുള്ളത്. എന്നാൽ ചില കാര്യങ്ങൾ നമുക്ക് ഇടക്കുണർത്തേണ്ടതുണ്ട്. അത് ഇൻഷാ അള്ളാഹു തൗഫീഖ് ചെയ്തെങ്കിൽ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ആ കാര്യം കൂടി പറഞ്ഞ് ഈ സീരിയൽ ഇവിടെ അവസാനിപ്പിക്കാം. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.